എന്നാൽ ഇതൊരു സ്വതന്ത്ര കൃതിയല്ല, ബൃഹത്തായ ഒരു കൃതിയുടെ ഭാഗമാണ്. വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ദേശീയ ഗ്രന്ഥം ഒന്ന് കണക്കാക്കാം. അത് ഭഗവത്ഗീതയെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമാണ്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും പഠിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു തത്വത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ ജീവിത ലക്ഷ്യം നേടും, സംശയമില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധിയുടെ സന്തത സഹചര്യമായിരുന്നു ഭഗവത്ഗീത. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വം മനസ്സിലായില്ല. അവരുടെ ചിന്താഗതിയിൽ ഇതൊരു മതഗ്രന്ഥമാണ്.